പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നമുക്കായി തീരുവാൻ കർത്താവ് തന്ന നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 19-ാം വാക്യം. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തനെ അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിനെ നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വയ്ക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, എല്ലാ വഴികളിലും ദൃഷ്ടി വയ്ക്കുന്ന നല്ല ഒരു പിതാവ് നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ ഓട്ടവും നമ്മുടെ നടപ്പും നമ്മുടെ ഓരോ ചിന്തകളും യഹോവയ്ക്ക് പ്രസാദമുള്ളതായി തീരണം. ഹല്ലേലൂയ. നമ്മുടെ ഓരോ പ്രവൃത്തികളും അറിയുന്ന കർത്താവ് നമ്മെ ഹല്ലേലൂയ നോക്കിയിരിക്കുകയാണ്. ഇവിടെ ദാവീദ് തൻ്റെ സങ്കീർത്തനം എഴുതുമ്പോൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 143:5 പറയുന്നു, ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു, നിന്റെ സകല പ്രവർത്തികളെ ഞാൻ ധ്യാനിക്കുന്നു. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകൻ പറഞ്ഞത്, നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. അതായത് ഹല്ലേലൂയ, ആലോചനയിൽ വലിയവനായ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായി തീരുമ്പോൾ പണ്ടത്തെ നാളുകളെ ഒന്ന് ഓർക്കുവാൻ ദൈവം നമുക്ക് ഹല്ലേലൂയ ഓരോ നിമിഷങ്ങളും ഒരുക്കി തരും. നാം പലപ്പോഴും പണ്ടത്തെ നാളുകളെ മറന്നു പോകുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദാവീദിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം, പണ്ടെങ്ങനെയായിരുന്നു? ആടുകളെ മേയിച്ച് വനാന്തരങ്ങളിൽ നടക്കുന്ന ഒരു ദാവീദ്. ഹല്ലേലൂയ. ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അവൻ്റെ ഭവനത്തിൽ നിന്ന് പോലും ഹല്ലേലൂയ അതായത് നമുക്കറിയാം, ഇശായിയുടെ മുമ്പിൽ എല്ലാ മക്കളും ശമൂവേൽ പ്രവാചകൻ കടന്നു വന്ന് ഹല്ലേലൂയ അഭിഷേകത്താൽ നിറയ്ക്കുന്നതിന് വേണ്ടി അഭിഷേക തൈലവുമായി കടന്നു വന്നപ്പോൾ എല്ലാ മക്കളെ നിരനിരയായി നിർത്തി, ഇനിയും നിനക്ക് മക്കളുണ്ടോ? ഹല്ലേലൂയ. ഒരുവനുണ്ട്, അവൻ വനാന്തരങ്ങളിൽ ആടുകളെ മേയ്ക്കുകയാകുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ എല്ലാം തള്ളിക്കളയുന്ന അവസ്ഥ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ ഇവിടെ ഹല്ലേലൂയ ദാവീദ് ഓർക്കുകയാണ്, പണ്ടേയുള്ള നാളുകളെ ഹല്ലേലൂയ എങ്ങനെയായിരുന്നു എന്ന് ഓർക്കുവാനിടയായിത്തീരുന്നു. പണ്ട് ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നു, ഇപ്പോഴെങ്ങനെയായിരുന്നു? ഹല്ലേലൂയ സിംഹാസനത്തിൽ ഇരിക്കുന്ന നല്ലൊരു ദാവീദിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വനാന്തരങ്ങളിൽ നടന്ന മലഞ്ചെരിവുകളിലും വൃക്ഷക്കൊമ്പിലൊക്കെ ഇരുന്ന് ഹല്ലേലൂയ ആടുകളെ മേയിച്ച് നോക്കിക്കൊണ്ടിരുന്ന ദാവീദ് ഇന്ന് ഹല്ലേലൂയ സിംഹാസനത്തിൽ നിന്ന് ഹല്ലേലൂയ ഓരോരുത്തരെയും നോക്കിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ദാവീദിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലവിധമായ ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ നാം എങ്ങനെയായിത്തീരും, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഹല്ലേലൂയ നമ്മൾ ഭാരത്തോടിരിക്കുമ്പോൾ നമ്മുടെ അടുക്കലേക്ക് നമ്മുടെ അപ്പച്ചൻ കടന്നു വരും. ഹല്ലേലൂയ. നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഹല്ലേലൂയ. ആലോചനയിൽ ഹല്ലേലൂയ പ്രവൃത്തിയിലും ഒക്കെ ശക്തിമാനായ കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വരും. ഹല്ലേലൂയ. നോക്ക്, യോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവന്റെ ദൃഷ്ടി മനുഷ്യന്റെ വഴികളിന്മേലിരിക്കുന്നു, അവന്റെ നടപ്പൊക്കെയും അവൻ കാണുന്നു. നമ്മുടെ നടപ്പ് കാണുന്ന നല്ല കർത്താവ് നമ്മുടെ ദൃഷ്ടി ഹല്ലേലൂയ കർത്താവിന്റെ ദൃഷ്ടി നമ്മുടെ മേൽ പതിപ്പിച്ചിരിക്കുകയാണ്, നമ്മെ നോക്കുന്ന അപ്പച്ചൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യന്റെ വഴികൾ യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്ന അവന്റെ നടപ്പൊക്കെ അവൻ തൂക്കി നോക്കുന്നു. ഹല്ലേലൂയ. നമ്മെ കാണുകയും നമ്മെ തൂക്കി നോക്കുകയും ചെയ്യുന്ന അപ്പച്ചൻ ദൂരത്ത് നിന്ന് നമ്മെ ദർശിക്കുകയാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ തന്നെ 28:29 പറയുന്നുണ്ട്, അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് അതിശയം തോന്നുമാറ് നമ്മുടെ കാര്യങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കും. പ്രിയ മക്കളെ, ഒരിക്കലും നമ്മെ ഒരുപോലെയല്ല നിലനിർത്തുന്നത്. ഹല്ലേലൂയ. ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു, നിന്റെ സകല പ്രവൃത്തികളെ ഞാൻ ധ്യാനിക്കുന്നു. പണ്ടത്തെ നാളുകളെ ഒന്ന് ഓർക്കുവാൻ കർത്താവെ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ ഭവനും എന്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ, കർത്താവിനെ അറിയുന്ന ഒരു മക്കളെയും കർത്താവ് കൈവിടുകയില്ല. പ്രിയ മക്കളെ, നമുക്ക് വേണ്ടുന്നത് തക്ക സമയത്ത് പ്രവർത്തിച്ച് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളുടെ മധ്യത്തിൽ അത്ഭുതം കൂറുമാർ ഹല്ലേലൂയ മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യപ്പെടുമാർ നമ്മെ നടത്തുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. മനുഷ്യരാണ് നമ്മെ തള്ളിക്കളയുന്നത്, അവരുടെ ദൃഷ്ടിയിലാണ് നമ്മൾ ഒന്നിനും കൊള്ളരുതാത്തവരൊക്കെ ആയിത്തീരുന്നത്. പക്ഷേ നമ്മുടെ അപ്പച്ചൻ നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. ഹല്ലേലൂയ. നാം എപ്രകാരമാണ് നമ്മുടെ നടപ്പ് വിശുദ്ധിയിൽ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ നടപ്പ് എങ്ങനെയാണ്? യേശുവിനോട് കൂടെയാണോ? നമ്മുടെ നടപ്പിൽ നമ്മൾ ഹല്ലേലൂയ വിടേണ്ടതെല്ലാം
എല്ലാം വിട്ടാണോ നടക്കുന്നത്? കർത്താവിനെ സ്വീകരിച്ചു തന്നെയാണോ, കർത്താവിൻ്റെ പാത പിൻപറ്റിയാണോ നടക്കുന്നതെന്ന് നമ്മെ ദൂരത്ത് നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു നോക്കുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെ ഉണ്ട്. പ്രിയ മക്കളെ, എന്നും കരഞ്ഞിരിപ്പാനല്ല. നമുക്കറിയാമല്ലോ, ഹന്ന തിരുസന്നിയിൽ എന്നും കടന്നു വന്ന് ഹല്ലേലൂയ കരയുകയാണ് ഒരു കുഞ്ഞിന് വേണ്ടി. ഹല്ലേലൂയ, നീ എന്നും കരഞ്ഞിരിപ്പാനല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. പ്രിയ മക്കളെ, ഹല്ലേലൂയ ഒരു ശമൂവേൽ പ്രവാചകനെ ഹന്നയ്ക്ക് കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ദൈവം സഹായിക്കും. ഹല്ലേലൂയ, ജോസഫിനെ നോക്കൂ. ഹല്ലേലൂയ, സഹോദരങ്ങളും മാതാപിതാക്കളും ഒക്കെ തള്ളിക്കളഞ്ഞു, എങ്കിലും കർത്താവ് ഹല്ലേലൂയ അവനോട് കൂടെ ഉണ്ടായിരിക്കുന്നു. പ്രിയ മക്കളെ, കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ തള്ളിക്കളയുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ യേശു അപ്പച്ച നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തി. ഹല്ലേലൂയ, രോഗമോ ദുഃഖമോ പ്രയാസങ്ങളോ എന്ത് കടന്നു വന്നാലും ദൈവസന്നിധി നമ്മൾ അത് വയ്ക്കുമ്പോൾ അതിന്മേൽ പ്രവർത്തിക്കുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ദാവീദിനോട് കൂടെ ഇരുന്ന കർത്താവ്, ജോസഫിനോട് കൂടെ ഇരുന്ന കർത്താവ്, ഹന്നയുടെ നിലവിളി കേട്ട കർത്താവ് നമ്മുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരും. പ്രിയ മക്കളെ, ഹല്ലേലൂയ പ്രവൃത്തിയിൽ വലിയവനായ അപ്പച്ചന്റെ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ, നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പ്രിയ മക്കളെ, ഹല്ലേലൂയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:18 പറയുന്നുണ്ട്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഹല്ലേലൂയ, നോക്കൂ, നമ്മൾ മുമ്പ് എങ്ങനെയായിരുന്നു, നമ്മളെ ഹല്ലേലൂയ എങ്ങനെയാണ് ഇപ്പോൾ കൊണ്ടുവന്നത്, നാം അതൊന്നും ഓർക്കണം. ഇവിടെ പറഞ്ഞ് മുമ്പുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഹല്ലേലൂയ, മാനുഷികമായിട്ട് നാം ചിന്തിക്കുമ്പോൾ നാം മുമ്പുള്ളവയും ഇപ്പോഴുള്ളവയൊക്കെ ഒന്ന് ഓർക്കും. പ്രീതമേ, അതൊക്കെ വല്ലപ്പോഴൊക്കെ അത് ഓർക്കുന്നതും നമ്മുടെ ആത്മീയ വർധനയ്ക്കും കാരണമായി തീരും. എൻ്റെ കർത്താവിനെ സ്തുതിപ്പാൻ ഇടയായിത്തീരും. പ്രീതി മക്കളെ, ഹല്ലേലൂയ ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരം നമ്മുടെ മേൽ പ്രവർത്തിക്കും. പ്രീതി മക്കളെ, ഹല്ലേലൂയ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ, നമ്മുടെ വഴികളൊക്കെ ക്രമപ്പെടുത്തി നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ, നോക്കൂ, ഹല്ലേലൂയ ഒരു വടിയോടുകൂടെ ഹല്ലേലൂയ ആടുകളെ മേയിച്ചു കൊണ്ട് നടന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴാണ് എങ്ങനെയാണ് ഹല്ലേലൂയ ഇന്ന് കയ്യിലിരുന്ന ഹല്ലേലൂയ രാജാവിൻ്റെ ചെങ്കോലാണ് ഹല്ലേലൂയ ദാവീദിന്റെ കയ്യിലിരിക്കുന്നത്. പ്രിയ മക്കളെ, നമ്മുടെയും കൈവശം ഹല്ലേലൂയ ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവ് ഇത്രത്തോളം നമ്മെ ഓരോരുത്തരെയും കൊണ്ടുവന്നുവെങ്കിൽ പ്രിയ കർത്താവ് നമ്മോട് കൂടെ ഇരുന്നതിൻ്റെ ഫലമായിട്ടാണ്, നാം കർത്താവിനെ അറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ്. പ്രിയ മക്കളെ, നമ്മെ കർത്താവ് അറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ്. ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, നോക്കൂ, ഹല്ലേലൂയ മുമ്പ് ഹല്ലേലൂയ തലയിലൊക്കെ തൊപ്പി വെച്ച് ഹല്ലേലൂയ ചൂടും വെയിലും ഒന്നും ഏൽക്കാതെ നടന്ന ഹല്ലേലൂയ ദാവീദ് ഇപ്പോൾ എന്താണ് ഹല്ലേലൂയ ശിരസിലെ രാജകിരീടം ധരിച്ചാണ് നടക്കുന്നത്. പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ മുമ്പുള്ളവരുടെ മധ്യത്തിൽ, അതായത് ഹല്ലേലൂയ പലരുടെയും മധ്യത്തിൽ നമ്മെ നിന്ദിച്ച് പരിഹസിച്ച അവസ്ഥകളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം. ഇപ്പോൾ അവരുടെ മുന്നിൽ നമ്മെ ഹല്ലേലൂയ മാന്യതയുള്ളവരാക്കി തീർക്കും. ഹല്ലേലൂയ, പ്രിയ മക്കളെ, വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ, മാന്യനായി എണ്ണുവാൻ കർത്താവ് ഹല്ലേലൂയ നമ്മെ ഒരുക്കിയെടുക്കും. പ്രിയ മക്കളെ, ഒരിക്കലും നമ്മെ ഹല്ലേലൂയ ഒരേ സ്ഥിതിയിലല്ല കർത്താവ് കടത്തിവിടുന്നത്, നമ്മെ മാറ്റിയെടുക്കുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ ഉരുപ്പടി നന്നായിട്ട് കിട്ടണമെങ്കിൽ പലവിധമായ ശോധനകൾ കൂടി കടന്നുപോയെങ്കിൽ മാത്രമേ നല്ലൊരു ഉരുപ്പടിയായിട്ട് നമുക്ക് വരുവാൻ കഴിയുള്ളൂ. കല്ലും മുള്ളും ഒക്കെ എടുത്ത് കളയണം. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ, പ്രയാസം കടന്നു വരുമ്പോൾ നാം ഒരിക്കലും പിറുപിറുപ്പിന്റെ അനുഭവത്തിൽ കടന്നു പോയല്ലേ. മോശയെ നയിച്ച ദൈവം നമ്മെ നയിക്കുവാൻ ശക്തനാണ്. വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ, പണ്ടുള്ളവയെ ഓർക്കേണ്ട, ഇപ്പോഴുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഹല്ലേലൂയ, നമുക്ക് ചെയ്യുവാൻ കഴിവുള്ള അപ്പന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ, നമ്മുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വെച്ച് നടത്തുന്ന, ആലോചന പറഞ്ഞു തരുന്ന കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളുടെ മധ്യത്തില് ദൈവത്തിന്റെ അത്ഭുതകരം പ്രവർത്തിക്കണമേ. ഏതവസ്ഥയിലൂടെ ഓരോ മക്കളും കടന്നു പോകുന്നോ, ഉള്ളതുപോലെ അറിയുന്നത് കർത്താവ് മാത്രമാണ്. അതിന്മേൽ പ്രവർത്തിപ്പാൻ കഴിവുള്ള കർത്താവേ, അവിടുന്ന് സഹായം ചെയ്യണമേ. അവസ്ഥകൾ അറിഞ്ഞ്, വ്യവസ്ഥകൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന അപ്പ, അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഓരോ മക്കൾക്കും വേണ്ടുന്നതായ വഴികൾ ഒരുക്കി ദൈവം സഹായിക്കണം, അത്ഭുതം ചെയ്യണമേ. ഇന്നത്തെ വചനം എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലും കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മൊത്തം കർത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ.